ഗൺസും ഡോഗ്സ്. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, കൊൽക്കത്ത റേപ്പ് കേസ്. കൊൽക്കത്ത റേപ്പ് കേസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കൊൽക്കത്ത ഗ്യാങ് റേപ്പ് കേസ് എന്ന് പറയേണ്ടി വരും. ഞാൻ ആലോചിക്കുകയാണ്, എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൊൽക്കത്തയിൽ നടന്ന ഇതുപോലെയുള്ള സമാന വിഷയങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കൺട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. എന്നിരുന്നാലും നമുക്കൊരു ന്യൂസ് ഒന്ന് കാണാം. കഴിഞ്ഞ മണിക്കൂറുകളിൽ രാജ്യത്തിലെ മുഴുവൻ വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് ബംഗാൾ കൊൽക്കത്തയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായൊരു ബലാത്സംഗ കൊലപാതകം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്നത്. വലിയ പ്രക്ഷോഭ പരിപാടികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടും ഉണ്ടാകുന്നു. ഡോക്ടർമാരടക്കം അവരുടെ ജോലി മുടക്കിക്കൊണ്ട് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ ഏർപ്പെടുന്നു. അന്വേഷണം തൃപ്തികരമല്ല എന്ന പലവിധ ആരോപണങ്ങൾ ഉയരുന്നു. ബംഗാളിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി മാറുകയാണ്. ദാവൂദ് സാർ, അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗതികേടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഞ്ജയ് റോയ് എന്ന ആളാണ് പ്രതി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 4ഓളം വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരു ഡൊമസ്റ്റിക് വയലൻസിന് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് നടക്കുന്നുണ്ടെന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവിടുത്തെ പോലീസ് ഒഫീഷ്യൽസുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. അവിടുത്തെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. ഒരു പക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഈ ഒരു സംഭവം നടന്നിട്ടും വളരെ വൈകിട്ട് ഈ ഒരു പ്രതിയെ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നൊരു സാഹചര്യത്തിലേക്ക് പോവാൻ വളരെ ലേറ്റ് ആയി പോയത് ഒരു പക്ഷെ ഇതായിരിക്കില്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും ഒരു യങ് ഡോക്ടറിന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു റേപ്പ് കേസ് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഇതൊരു പെൺകുട്ടിക്ക് നേരെ നടന്നൊരു ആക്രമണം ആണ് എന്നല്ല നമ്മളിവിടെ പറയേണ്ടത്. തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ എഴുതി ചേർക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇതൊരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ നടന്നൊരു ആക്രമണമായിട്ടാണ്. കാരണം ഈ പെൺകുട്ടി മെഡിക്കൽ പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതിലപ്പുറത്തേക്ക് തന്നെ ആ പെൺകുട്ടിയുടെ സാഹചര്യം, അതായത് ആ പെൺകുട്ടി എത്രയോ മണിക്കൂറുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ ഈ പറയുന്ന പോലെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിശ്രമാവശ്യത്തിന് വേണ്ടി സെമിനാർ ഹാളിലേക്ക് പോകുന്നു. വിശ്രമാവശ്യത്തിന് വേണ്ടി സെമിനാർ ഹാളിലേക്ക് പോകുമ്പോഴാണ് ഈ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്. ഇതിൽ പറയുന്നൊരു കാര്യം, ഇത് ഒരാൾ മാത്രമല്ല ഇത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഒരു ഗ്യാങ് റേപ്പ് എന്ന രീതിയിലാണ് ഒരു 3-4 പേര് ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും അതിൽ ഏതൊക്കെയോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്നവരുടെ മക്കൾ ഉൾപ്പെടുന്നു എന്നൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും ഈ കേസ് CBI അന്വേഷിക്കുന്നു എന്നാണ് ഇതുവരെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. കോടതി തന്നെ സ്വയം ഇത് തീരുമാനം അല്ലെങ്കിൽ സ്വയം തന്നെ ഇത് കേസ് എടുത്തിട്ടുണ്ട് എന്നതും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇത് നാഷണൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു, ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഈ പറയുന്ന പോലെ തന്നെ മെഴുകുതിരി പ്രതിഷേധങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന തരത്തിലേക്ക് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ഇതേ സംഭവം തന്നെ ഇതേ ഒരു വിഷയം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉത്തരാഖണ്ഡിൽ ഒരു നേഴ്സ് അതിക്രൂരമായി കൊല്ലപ്പെടുന്നുണ്ട്. അതിക്രൂരമായി കൊല്ലപ്പെടുക എന്നല്ല, ഇതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവർക്കൊരു മകളുണ്ട്. അവരുടെ മകള് അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവരെ ഇതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒരാൾ അവരെ ഇതുപോലെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള പേഴ്സിലുള്ള 3000 രൂപ എടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മൊബൈൽ ഫോൺ എടുക്കുകയും ചെയ്യുന്നു. ആ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത വഴിയാണ് പ്രതിയിലേക്ക്
എത്തുന്നു എന്നതാണ് വാർത്തയിൽ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു വിഷയം പക്ഷെ എന്തുകൊണ്ട് ഇത്ര അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഉത്തരാഖണ്ഡിലും സമാനമായ, അല്ലെങ്കിൽ ഇത്ര തന്നെ ക്രൂരത ഇല്ലെങ്കിൽ കൂടി തന്നെ ഉത്തരാഖണ്ഡിലും ഒരു പെൺകുട്ടി തന്നെയാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്. അതും മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഒരാൾക്കാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ രണ്ടിന്റെയും ഒരു സമാനതകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന കോളേജിലെ, ഈ മെഡിക്കൽ കോളേജിലെ, അത്രയും പഴക്കമുള്ള ഈ മെഡിക്കൽ കോളേജിലെ സംഭവം, ഈ മെഡിക്കൽ കോളേജിലെ ഈ വിഷയം ഇത്രമാത്രം ആളിപ്പടരുന്നു, ഇത്രമാത്രം ആളുകൾ പ്രതിഷേധിക്കുന്നു. ഇതിൽ ഒരു പ്രതിഷേധിക്കാനുള്ള കൂടുതലായിട്ടുള്ള ഒരു കാരണം ആദ്യം അവിടെയുള്ള ഒഫീഷ്യൽസ് തന്നെ ഇതൊരു സ്യൂസൈഡ് ആണ് എന്ന തരത്തിലേക്ക് വായിക്കുകയും എന്നാൽ അത് ആ തരത്തിലല്ല എന്ന് അറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രിൻസിപ്പൾ അവിടുന്ന് തന്നെ രാജിവെക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. അതിനുശേഷം തന്നെ മറ്റൊരു മെഡിക്കൽ കോളേജിൽ ഇതേ പ്രിൻസിപ്പളായി അവരോധിക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് വല്ലാത്ത തരത്തിലൊരു കടുപ്പത്തോട് കൂടിയിട്ട് തന്നെ ഇതിനെ പ്രതിഷേധിക്കുകയും തീർച്ചയായിട്ടും വളരെ രോഷാകുലരായി എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്ത് സ്ത്രീകൾ ഒരുപാട് പേര് ചേർന്നിട്ട് അവരുടേതായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നു. അതേപോലെ തന്നെ മെഡിക്കൽ ഒഫീഷ്യൽസ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഡോക്ടേഴ്സിന്റെ അധികാരത്തെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേഫ്റ്റിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. കൃത്യമായ ഒരു സേഫ്റ്റി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വിശ്രമം ചെയ്യാനൊരു റൂമില്ല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളില്ല എന്ന തരത്തിലേക്ക് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരുപാട് ആവശ്യകതകൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധങ്ങളാണ് എങ്ങും നമ്മൾ കാണുന്നത്. 24/7 3-4 ദിവസമായിട്ട് നാഷണൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതേ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ ആളുകൾ ഇതിൽ കൂടുതലായിട്ട് ആകർഷിക്കുക എന്ന ഉദ്ദേശം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആളുകൾ ഈ ഒരു വാർത്ത, മീഡിയ അറ്റൻഷൻ ഒരുപാട് ഈ ഒരു വാർത്തക്ക് കിട്ടുന്നു. ഞാൻ നാഷണൽ മീഡിയന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഇവിടെയുള്ള ചാനലുകൾ, മലയാള ചാനലുകൾ എത്രത്തോളം ഇത് നോക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അധികം വാർത്തകളിൽ അധികം ചാനലുകൾ അത് വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നാഷണൽ മീഡിയയിൽ ഇത്തരം ചർച്ചകളും ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന ഒരു തരത്തിലേക്ക് നമ്മളുടെ ചിന്തകൾ നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടുപോവേണ്ടത്. കാരണം നമുക്കറിയാം അവിടെ തന്നെ നമുക്ക് വെസ്റ്റ് ബംഗാളിലെ തന്നെ അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാം മമതാ ബാനർജിയാണ്. അപ്പം മമതാ ബാനർജിക്ക് എതിരെ അവിടെ ഒരു നീക്കം നടക്കുന്നതായിട്ടും, എന്നാൽ അവരുടെ ഓപ്പോസിറ്റ് പാർട്ടിയുള്ള BJP ഇവർക്കെതിരെ നീക്കം നടത്തുകയായിട്ടും, എന്നാൽ മമതാ ബാനർജി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇത് പ്രതിഷേധിക്കുമ്പോൾ അതിന് മറ്റു പലരും അതിനെ ട്രോൾ രൂപത്തിൽ കാണുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഇവിടെ നടക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡോക്ടേഴ്സിനെതിരെ നടന്ന, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾക്ക് എതിരെ നടന്നിട്ടുള്ള ഒരു ആക്രമണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ തരത്തിലേക്ക് നമ്മളിത് കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റേറ്റ് മിഷനറിക്ക് അവരുടെ ഒരു സിറ്റിസണിനെ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിറ്റിസണിനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു സിറ്റിസണിനെ അവർക്ക് വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സംരക്ഷണം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വല്ലാത്ത ഒരു പോരായ്മയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടേണ്ടത്. കാരണം നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സുരക്ഷ, ആസ് എ സിറ്റിസൺ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് സുരക്ഷയുടെ ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇങ്ങനെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാനമായിട്ട് എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി തന്നെ ഇതുപോലെയുള്ള മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾക്ക് എതിരെയുള്ള ഇതുപോലെയുള്ള ആക്രമണങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ അറിയുകയും വായിക്കാനും ഒക്കെ ഇടയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു സേഫ്റ്റി, ഈ പറയുന്ന പോലെ അവരുടെ ഒരു ലൈഫിന്റെ ഒരു സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും, എത്രത്തോളം അവരുടെ വർക്ക് പ്രൊഫഷനിൽ അവർക്ക്
കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നതും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ തീർത്തും മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ ഒരു പോരായ്മയായിട്ട് തന്നെയാണ് നമ്മൾക്ക് കണക്കാക്കപ്പെടേണ്ടത്. ഇതിനെ ഒരു പ്രതിഷേധമായിട്ട് ഒരുപാട് ആളുകൾ കാണുന്നു, അതുപോലെ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന ഈ ഒരു ആക്രമണം അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 150 ഗ്രാം സെമനാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ കണ്ണും മുഖവും പ്രൈവറ്റ് പാർട്ടൊക്കെ ഒരുപാട് ആഴത്തിൽ മുറിവ് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം ക്രൂരമായ വേദന അനുഭവിച്ചിട്ടാണ് ആ പെൺകുട്ടി പിടഞ്ഞാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ള ഓരോ മനുഷ്യർക്കും നമുക്ക് എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്, നമ്മൾക്ക് എങ്ങനെയാണ് രാത്രി പുറത്തിറങ്ങാൻ സാധിക്കുക. ഇത് പ്രത്യേകിച്ചും കൊൽക്കത്ത പോലെയുള്ള ഒരു നഗരത്തിലാണ് സംഭവിക്കുന്നത്. കൊൽക്കത്ത കുറച്ചും കൂടി ഒരു സേഫ്റ്റി ഉള്ള ഏരിയ ആയിട്ടാണ് കൂടുതലായിട്ടും അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ പോലും ഇത്തരത്തിലൊരു സംഭവം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പറയുന്ന പ്രതികൾ സഞ്ജയ് റോയ് എന്ന് പറയുന്ന പ്രതിയാണ് അദ്ദേഹം എന്ന തരത്തിലേക്ക് കണ്ടെത്തുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും ലേറ്റ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പം ഇവിടെ പോലീസിന് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതുകൂടി നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. കാരണം വളരെ വൈകിട്ടാണ് ഇതിൻ്റെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിൽ നമ്മൾ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് മെഴുകുതിരി പ്രതിഷേധങ്ങൾ നടത്തിയാലും അതിനുവേണ്ടി നമ്മൾ ഘോരമായി സംസാരിച്ചാലും ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ പോലും ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സുരക്ഷ എത്രത്തോളമാണുള്ളത്, നമുക്ക് എന്തുറപ്പോട് കൂടിയിട്ടാണ് രാത്രി ഇടങ്ങളിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കുക, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ എത്രത്തോളം സേഫാണ്, ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു അവസ്ഥയോടൊപ്പം തന്നെ ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടി എടുക്കുമ്പോഴാണ് വല്ലാത്തൊരു വേദന തോന്നുന്നത്. കാരണം ഒരു സംഭവം നടക്കാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട്. ഒരു സംഭവം നടക്കാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലൊരു സംഭവം കഴിയുമ്പോൾ അത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. കൃത്യമായി എന്തിവിടെ ചെയ്യാൻ പറ്റും, ഇനി എന്താണ് ഇത്തരത്തിലൊരു വിഷയം നടക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക, ആ തരത്തിലേക്ക് ചർച്ചകൾ പോകാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് നമ്മളെല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതും നമ്മളിലെ ഒരു മാനവികതയെ ഉണർത്തുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഈ ഒരു ടോക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. Bye.